ഇന്ന് കണ്ണൂരിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കണ്ണൂർ കോക്ടെയിലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ കണ്ണൂർ കാൾടെക്സിലെ ജ്യൂസ് കോർണറിൽ കിട്ടുന്ന കോക്ടെയിൽ, അതല്ലെങ്കിൽ തലശ്ശേരി ഫിറോസിക്കാൻ്റെ കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴെങ്കിലും കണ്ണൂർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കണ്ണൂർ കോക്ടെയിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു വലിയ ക്യാരറ്റാണ്. അതൊന്ന് വേവിച്ചെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒന്നങ്ങ് നല്ല സോഫ്റ്റായിട്ട് വരുമ്പോഴാണ് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാനാണെങ്കിലും നല്ലൊരു പാകത്തിന് തയ്യാറായി കിട്ടുക. അപ്പോൾ അത്യാവശ്യം വലിയൊരു ക്യാരറ്റ് എടുക്കുന്ന സമയത്ത് കൂടെ വേണ്ടത് നല്ല പഴുത്ത പപ്പായയാണ്. ക്യാരറ്റ് എടുക്കുന്ന അത്ര അളവിൽ പപ്പായ വേണമെങ്കിൽ അതിനേക്കാൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ട് പപ്പായ എടുക്കുക. രണ്ട് ഈക്വലായിട്ട് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മധുരമുള്ള നല്ല പഴുത്ത പപ്പായ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല, അപ്പോൾ അത് ഓരോരുത്തർക്കും അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന ചേരുവ വരുന്ന നട്ട്സ് തന്നെയാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി 3 കശുവണ്ടിപ്പരിപ്പും 3 ബദാം പരിപ്പും വെള്ളത്തിൽ കുതിർത്തിട്ട്, ബദാമിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല കട്ടപ്പാൽ ഫ്രീസറിനകത്ത് വെച്ച്, പാൽ നമ്മൾ മിൽക്ക് ഷേക്ക് അടിക്കാൻ നല്ല കട്ടപ്പാലാക്കി തയ്യാറാക്കി എടുക്കില്ലേ, അപ്പോൾ അത് ഞാനിപ്പോൾ തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ് ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, അല്ലാതെയാലും തയ്യാറാക്കി എടുത്താൽ മതി. ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം, ഇതൊക്കെ ഇതിലെ പ്രധാന ചേരുവകളാണ്, ഒന്നും സ്കിപ്പ് ചെയ്യരുത്. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലെ പ്രധാന കാര്യം നമുക്ക് മിക്സ് ചെയ്യാം അല്ലേ. ഇതിലോട്ട് പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് മിക്സഡ് നട്ട്സ് ആണ്. അപ്പം ഞാൻ ബദാം പരിപ്പും അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പും ധാരാളം എടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല കറുത്ത ഉണക്ക മുന്തിരിയും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പിന്നെ പൊമിഗ്രാനൈറ്റ്, നമ്മുടെ മാതളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്നതിനകത്ത് മാതളം കുറച്ച് കടിക്കാൻ കിട്ടുന്നുണ്ടാവും. അപ്പോൾ മാതളം വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒരിക്കലും അളവ് കുറയ്ക്കരുത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഈ ഉണക്ക മുന്തിരിയൊക്കെ നന്നായിട്ട് കഴിക്കാൻ കിട്ടും, അതുപോലെ കശുവണ്ടി പരിപ്പും. അപ്പോൾ ഉണക്ക മുന്തിരിയും കശുവണ്ടി പരിപ്പും ട്യൂട്ടി ഫ്രൂട്ടിയും നമ്മുടെ നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ക്യാരറ്റും പപ്പായയാണ്, പിന്നെ നല്ലൊരു കോമ്പിനേഷനാണിത്. നട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ മുകൾ ഭാഗം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് മിക്സഡ് നട്ട്സും പിന്നെ കുറച്ച് കോൺഫ്ലേക്സ്, അത് നിർബന്ധമില്ല കേട്ടോ. കോൺഫ്ലേക്സ് ഒട്ടും തന്നെ നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കശുവണ്ടി പരിപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.